Hello everyone, welcome to my channel. Hope you guys are good. Today's video is all about my 5 a.m. morning routine. ഇതൊരു 2025 എഡിഷനൊക്കെ ആയിട്ടാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനൊരു സിമ്പിൾ ട്യൂട്ടോറിയൽ കാണിക്കുന്നുണ്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യാറുള്ളത് കുറച്ച് വെള്ളം കുടിക്കലാണ്. അങ്ങനെ കുറച്ച് നേരം വെള്ളം കുടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഉറക്കച്ചടവ് മാറാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ കുറച്ച് ടൈം ഞാനൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നേരെ ബെഡിൽ നിന്ന് എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ പോവാറില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ ഇടാറ്. ഈ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് നല്ലതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലിപ് ബാമും. ഇതാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. പിന്നെ ഇപ്പോൾ എക്സസൈസ് ചെയ്യാറുണ്ട് രാവിലെ. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ കൂടുതൽ കായികാധ്വാനമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ അധിക സമയമൊന്നുമില്ല, ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 to 30 മിനിറ്റ്സ് അതിൻ്റെ ഇടയിലാണ് ടൈമാണ് ചെയ്യാറുള്ളത്. അത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ വീഡിയോസ് നോക്കിയിട്ടൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ. ഇപ്പോൾ ബിഗിനർ ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹൈ ലെവൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നോക്കിയിട്ട് ചെയ്യാറാണ്. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. രാവിലെ കുറേ നേരമൊന്നും പഠിക്കാൻ ടൈം കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ ഉള്ള കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ പഠിക്കുന്നത് CVS ആണ്. CVS ഇതൊരു 8 ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ് തന്നെ ഒരു 1.5 മണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചധികം പോർഷൻസ് എനിക്ക് ക്ലാസ് കേൾക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസങ്ങളിൽ സ്കിപ്പായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കവർ ചെയ്യണം. പിന്നെ രാവിലെ എണീക്കൽ എനിക്ക് അത്ര വലിയൊരു ടാസ്ക് അല്ല. ഞാൻ പണ്ട് മുതലേ രാവിലെ എണീറ്റ് ശീലമുള്ള ആളായതുകൊണ്ട്. പക്ഷേ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞ് ലാപ്പൊക്കെ ഒന്ന് ചാർജിനിട്ട് ബാക്കി ഇനിയും രാവിലത്തെ പരിപാടിക്കൊക്കെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി, മുറ്റത്ത് ഒന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ നടന്നു. രാവിലെ ഇപ്പം നല്ല തണുപ്പല്ലേ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി, എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 2025 വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ്, അതായത് നമ്മൾ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ട്രാവൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇമേജ് കിട്ടി, അത് നമ്മൾ ഇവിടെ സേവ് ചെയ്ത് വെക്കുക. ഇത് ഫോണിലും ചെയ്യാം കേട്ടോ, ഞാൻ ഇപ്പോൾ ലാപ്പിൽ കാണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ഒരു വിഷൻസ് ഉള്ളത് അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇല്ലുസ്ട്രേഷനാണ്. അതല്ലാത്ത നമ്മൾ ഏത് തീമിലാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ബുക്സ്, അങ്ങനെ കുറച്ച് ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകേണ്ടത് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ക്യാൻവ പറഞ്ഞിട്ട്, അത് ഓപ്പൺ ആക്കുക. ക്യാൻവ നമുക്ക് പെയ്ഡായിട്ടും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ഓപ്പൺ ആയാൽ വൈറ്റ് ബോർഡ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിലിനി ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജസ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് ആ ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഈ ഫോട്ടോസൊക്കെ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൽ ഫുള്ളി ഒരു വിഷൻ ബോർഡ് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല.
പിന്നെ നമുക്ക് നമ്മൾ ഈ ചെയ്ത വിഷൻ ബോർഡ് ഒരു കളർ പ്രിൻ്റൊക്കെ എടുത്ത് ഒരു മിനി ഫ്രെയിമിലൊക്കെ ആക്കിയിട്ട് ബെഡ് സൈഡ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് അവിടെ വെക്കാം. അല്ലെങ്കിൽ വാളിൽ പേസ്റ്റ് ചെയ്യാം. ചിലരിതൊക്കെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വെക്കാം. പിന്നെ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല മോട്ടിവേഷൻ തരും, അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. മോട്ടിവേഷൻ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നി, അപ്പോൾ അങ്ങനെ ചെയ്തു. ചിലപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതിനാണ് കേട്ടോ ഈ ഒരു ട്യൂട്ടോറിയൽ കാണിക്കുന്നത്. വിഷൻ ബോർഡ് നമുക്ക് പല രീതിയിൽ ചെയ്യാം, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ അനുസരിച്ചൊക്കെ. പക്ഷേ ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു വേ ആണ്, അധികം മെനക്കെടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇനി ഇതിൽ ടെക്സ്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പറയാം. അതിൽ സൈഡിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക 2025 വിഷൻ ബോർഡ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. പിന്നെ ഞാൻ 2025 വിഷൻ ബോർഡ് എന്നാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ടൈപ്പ് ചെയ്തതിന് തന്നെ അതിൻ്റെ ഫോൺ സ്റ്റൈല് മാറ്റാനും ഫോൺ സൈസ്, കളറ്, പിന്നെ കുറച്ച് ബോൾഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ടൂൾ ബാറിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മൾ എത്ര സൈസിലാണ് വേണ്ടത് അങ്ങനത്തെ രീതിയിൽ നമ്മളിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ ഫയൽസിൽ പോയിട്ട് അതിനകത്ത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. പിന്നെ ഇതിൻ്റെ സൈസ് കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റഡ്, അതായത് നമ്മൾ പെയ്ഡായിട്ടുള്ള ഇതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് സിംപ്ലി അത് ഫയൽസിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും 2025 ഒരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കാൻ നോക്കൂ. നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.